ഹലോ നമസ്കാരം, വെൽക്കം ടു രേഷ്മാസ് ഹാപ്പി ലാൻഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞി ഇഷ്ടമല്ലാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ലല്ലേ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ ഇത്രയും നല്ലൊരു ഫുഡ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്കും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണിത്. പിന്നെ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ പഴങ്കഞ്ഞി ഇങ്ങനെ റെസിപ്പി ആയിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും നമ്മൾ പഴങ്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വഴിയെ പറയാം. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് പഴങ്കഞ്ഞിക്ക് ഉണ്ടാക്കിയ ആ മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചൂരയാണ് കേട്ടോ. ഒരു സവോള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഒരു 2 പച്ചമുളക് വേണം. പിന്നെ ഒരു 4-5 കൊച്ചുള്ളി വേണം. ഒരു മീഡിയം സൈസ് തക്കാളി വേണം. ഇവിടെ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് പൊട്ടിയ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ സവാളയും കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അന്ന് വെക്കുന്ന മീൻകറിയെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും തലേന്നത്തെ മീൻകറി. അപ്പോൾ തലേന്നേ ഈ മീൻകറി ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ കറി എന്നല്ല, ഏത് മീൻകറി ആയാലും തലേന്നത്തെ മീൻകറി കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പഴങ്കഞ്ഞി. ഞങ്ങളിവിടെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ അന്നൊന്നും കഴിക്കുമ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള സംഭവമാണ് ഈ പഴങ്കഞ്ഞി എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ആ ഒരു ടേസ്റ്റിലും കഴിച്ചു പോകുന്നതേ ഉള്ളൂ. ഇത്രയും ടേസ്റ്റുള്ളൊരു സംഭവം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്നു വരുമ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മീനിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങും. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
15 മിനിറ്റോളം കഴിഞ്ഞു. അപ്പോൾ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മീനെല്ലാം ഒരുവിധം ഒന്ന് കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിനി തവിയൊന്നും ഇട്ട് മിക്സ് ചെയ്യരുത്, മീനെല്ലാം പൊടിഞ്ഞു പോവും. ഇതുപോലെ കൈ വെച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇനി ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വറ്റിയാൽ മാത്രം മതി. അതിനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതാ മീൻകറി ആയിട്ടുണ്ട്. ഇത് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാനായിട്ട് നോക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് കപ്പയും കൂടി കറിയാക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും 2-3 അല്ലി വെളുത്തുള്ളി, 2-3 കൊച്ചുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ അരപ്പും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. അത് ഞാൻ പൊതിച്ചോറിൻ്റെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഞാനത് ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇത് ഉണക്കമീൻ പൊരിച്ചതാണ്, നെത്തോലിയാണ്. ഇതേ കിട്ടിയുള്ളൂ, ലുലുവിൽ വേറൊന്നും ഇല്ലായിരുന്നു. ഇത് തൈരാണ്. തൈരിലേക്ക് കുറച്ച് ഉപ്പും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴങ്കഞ്ഞിക്ക് ഏറ്റവും ബെസ്റ്റ് ബ്രൗൺ റൈസ് ആണ്, പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. അത് കാരണം ഞാനിവിടെ വൈറ്റ് റൈസ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും ഇല്ല. ഇത് ഞാൻ തലേദിവസം രാത്രി കുറച്ച് ചോറ് തണുത്ത വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിരുന്നതാണ്. മിനിമം ഒരു 8 ദിവസമെങ്കിലും ഇത് കുതിർന്നിരിക്കണം. അതുപോലെ തന്നെ ഇത് മൺകലത്തിൽ കുതിർത്ത് വയ്ക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതിൻ്റെ വെള്ളം ഒരിക്കലും ഒഴിവാക്കി കളയരുത്. നമുക്ക് ന്യൂട്രിയൻസ് മുഴുവനും കിട്ടുന്നത് ആ ഒരു വെള്ളത്തിൽ നിന്നാണ്. അപ്പോൾ എത്രത്തോളം വെള്ളം നമുക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചേർക്കുന്ന വെള്ളം തണുത്ത വെള്ളവും ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി, നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പഴങ്കഞ്ഞി കിട്ടും. ഇപ്പം ഞാൻ എടുത്തു വെച്ചേക്കുന്ന പഴങ്കഞ്ഞിയിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തലേന്ന് ഉപ്പ് ചേർക്കാറില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കറികൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം കുറേശ്ശെ കപ്പ വെച്ച് കൊടുക്കാം. ഇനി ചമ്മന്തി വെച്ച് കൊടുക്കാം. തൈരും കൂട്ടി വേണ്ടേ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട്, അപ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കാം. ഉണക്കമീൻ വെച്ച് കൊടുക്കാം. ഇനി മീൻകറി ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ഒരു പച്ചമുളകും കൂടി വെച്ചാൽ പഴങ്കഞ്ഞി റെഡിയായി. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും കഴിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.